ഒരു പഴയ കഥ, അത്ര പഴയ കഥയൊന്നുമല്ല, 10-20 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് കടക്കാം എന്ന് വിചാരിക്കാം. 2006 നമ്മളിപ്പോൾ കാണുന്ന ഘട്ടത്തിലേക്ക് കേരള ഹൈക്കോടതിയുടെ പ്രവർത്തനം മാറ്റിയത്. അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. MK മുനീറാണ് പൊതുമരാമത്ത് മന്ത്രി. പൊതുമരാമത്ത് വകുപ്പുകാരാണ് ഈ കെട്ടിടം പണിയിച്ചത്. അതിനു മുമ്പ് തൊട്ടപ്പുറത്ത് രാംമോഹൻ പാലസ് എന്ന് പറഞ്ഞ പഴയ ഒരു കെട്ടിടത്തിലായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്. അത് രാജഭരണകാലത്ത് ഡച്ചുകാരോ ഇംഗ്ലീഷുകാരോ മറ്റോ പണിയിച്ച ഒരു കെട്ടിടമാണ്. ഒരു 4 കെട്ട്, അതിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു മന്ദിരം. അപ്പോൾ ഇതിൽ പല കോടതി മുറികളുണ്ട്. ഒന്നാം കോടതി, 2ാം കോടതി, 3ാം കോടതി, അങ്ങനെ 21ാം കോടതി വരെ ഉണ്ടാകും. 21 കോർട്ട് മുറികളാണ്. ചില കോടതി മുറികളൊക്കെ സൗകര്യത്തിന് വേണ്ടി 2ആയിട്ട് വീതിച്ചിടും. ഇപ്പോൾ 8A, 9A, 10A എന്നൊക്കെ പറഞ്ഞ കോടതികളുണ്ടാകും. 10, 10A, 9, 9A, അങ്ങനെ സൗകര്യത്തിന് വേണ്ടി ജഡ്ജിമാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ ചെയ്തതാണ്. പിന്നീട് 13ാം കോടതി, 14ാം കോടതി, പിന്നെ 17, 18, അതെല്ലാം കഴിഞ്ഞ് 20, 21 വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സ്ഥല സൗകര്യം തീരെ കുറഞ്ഞു. അപ്പുറത്തും മറ്റേ കെട്ടിടം പണിഞ്ഞു, അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ പഴയ കെട്ടിടത്തിൽ 13 കോടതി ഉണ്ടായിരുന്നു. 13 കഴിഞ്ഞ് 14ആയിരുന്നു. 13ാം കോടതിയിൽ ഇരുന്ന ഒരു ന്യായാധിപനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹം വിദഗ്ധ ചികിത്സയെ തുടർന്ന് രക്ഷപ്പെട്ടു. വേറെ അപകടവും സംഭവിച്ചില്ല. ഏതായാലും പുതിയ കെട്ടിടത്തിലേക്ക് വന്നപ്പോൾ 12 കഴിഞ്ഞ് പിന്നെ 14ആണ് ഉണ്ടായിരുന്നത്. 13 കാണപ്പെട്ടില്ല. അപ്പോൾ ആളുകൾക്ക് ഒരു കൗതുകമായി, 13 അവിടെ പോയി, 13 കഴിഞ്ഞില്ല 14, ഇവിടെ 12 കഴിഞ്ഞാൽ പിന്നെ 14ആണ്. അപ്പോൾ അമേരിക്കയിലും മറ്റുമൊക്കെ ഇങ്ങനൊരു സംഗതിയുണ്ട്. 13 നിർഭാഗ്യകരമായിട്ട് കണക്കാക്കപ്പെടുന്നൊരു സംഖ്യയാണ്. 13-13 ദോഷം സംഭവിക്കും. അവരെ പേപ്പട്ടി കടിക്കും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ കൊതുക് കടിക്കും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ അപമൃത്യുവിന് ഇരയാകും എന്നൊക്കെ ഉള്ള ഒരു അബദ്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ 13 ഒഴിവാക്കിയത് എന്നൊരു കിംവദന്തി പറഞ്ഞു. സത്യത്തിൽ അതുകൊണ്ടല്ല. ഈ ഹൈക്കോടതി കെട്ടിടത്തിൻ്റെ നമ്പറിട്ട ആളുകൾക്ക് 12 കഴിഞ്ഞാൽ പിന്നെ 13 ഒരു സംഖ്യ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് 14 ഇട്ട് പോയതാണ്. അബദ്ധം പറ്റിയതാണ്. പക്ഷേ ആളുകൾ ഈ രീതിയിലുള്ള ദുർവ്യാഖ്യാനം നടത്തി. ആ സമയത്ത് തലശ്ശേരിക്കാരനായ ഒരു അഭിഭാഷകൻ, അയാളുടെ പേര് സുരേന്ദ്രൻ എന്നാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്, R സുരേന്ദ്രൻ. ഈ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഈ ശാസ്ത്രബോധത്തെ വളർത്തുക എന്ന ഭരണഘടനാ ലക്ഷ്യം മറന്നുകൊണ്ടാണ് ഹൈക്കോടതി 12 കഴിഞ്ഞ് 14 എന്ന് നമ്പറിട്ടത്. 13ാം നമ്പർ കോടതി ഉടനെ ആരംഭിക്കണം എന്നായിരുന്നു പുള്ളിയുടെ ആവശ്യം. കേരള ഹൈക്കോടതിയിലാണല്ലോ വരുന്നത്. പൊതു താൽപ്പര്യ ഹർജികൾ കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ്. ചീഫ് ജസ്റ്റിസിന് ഭ്രാന്തായി പുള്ളി ആ പെറ്റീഷൻ അപ്പം തന്നെ തള്ളിയെന്ന് മാത്രമല്ല, ഈ ഹർജിക്കാരനോട് 10,000 ഉറുപ്പ്യ ഖജനാവിലടക്കാൻ പിഴ കൽപ്പിക്കുകയും ചെയ്തു. സംഗതി പുലിവലയില്ലേ. ഈ ഹർജിക്കാരൻ്റെ ഒരു വക്കീലുമാണ്. അദ്ദേഹം നേരെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി. സുപ്രീം കോടതി പറഞ്ഞു, ഇത് അന്ധവിശ്വാസത്തെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്പറിട്ടത് ശരിയല്ല, കേരള ഹൈക്കോടതി ഉടനെ തന്നെ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. സംഗതി ജോറായി. ഉടനെ തന്നെ ഹൈക്കോടതി പുനഃപരിശോധിച്ചു. ഈ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? 12 കഴിഞ്ഞ് 13 എന്ന നമ്പർ ഇട്ടോ? ഇല്ല. 12 കഴിഞ്ഞ് 14 എന്ന നമ്പറിന് എന്ത് സംഭവിച്ചു? അത് എന്ത് വെച്ചാൽ സുപ്രീം കോടതി അല്ല, നമ്മുടെ ഹൈക്കോടതിയിലിരിക്കുന്ന ആളുകൾ വെറും വിഡ്ഢികളൊന്നുമല്ല. അവർ വളരെ നിസ്സാരമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു. ഹൈക്കോടതി പ്രവർത്തിക്കുന്നത് 1 മുതൽ 8 വരെ നിലകളിലാണ്. അത് ഫസ്റ്റ് ഫ്ലോർ തൊട്ട് 8th ഫ്ലോർ വരെ. ഓരോ ഫ്ലോറിലും ഏതാണ്ട് 4-5 കോടതികൾ വീതമുണ്ട്, കോർട്ട് ഹാളുകളുണ്ട്. അപ്പോൾ ഹൈക്കോടതി എന്താ വെച്ചാൽ, ഈ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന കോടതിക്ക് 1A, 1B, 1C, 1D എന്ന് നമ്പറുണ്ട്. 2ാം നിലയിൽ പ്രവർത്തിക്കുന്നതിന് 2A, 2B, 2C, 2D, 2E എന്ന് നമ്പറിട്ടു. അങ്ങനെ 8ാം നില വരെ ഇങ്ങനെ 8A, 8B, 8C എന്ന് പറഞ്ഞ് നമ്പറിട്ടു. അപ്പോൾ എന്ത് പറ്റി? 12 നിലയില്ലല്ലോ. അതൊരു 12 നിലയില്ലാത്തതുകൊണ്ട് ഇവർ 13ാം നിലയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. 13 എന്ന പേര് അല്ലെങ്കിൽ എന്ന നമ്പർ ഒരു കോടതി മുറിക്കും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയിലിരിക്കുന്ന ആളുകളൊക്കെ പുരോഗമനവാദികളും നവോത്ഥാനവാദികളും ഒക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ വേണം നമ്മൾ ഈ മന്ത്രിമാരാരും തന്നെ 13ാം നമ്പർ കാറെടുക്കാത്ത വിഷയത്തെ സമീപിക്കുന്നത്. ഇപ്പോൾ LDF സർക്കാരിലിരിക്കുമ്പോൾ ചില മന്ത്രിമാർ അവർ പുരോഗമന ചിന്താധികാരാണ്, അന്ധവിശ്വാസികളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് 13 നമ്പർ ചോദിച്ചു വാങ്ങിച്ചിരുന്നു. നമ്മുടെ തോമസ് ഐസക്ക് 13ാം നമ്പർ സ്റ്റേറ്റുകാർ ചോദിച്ചു വാങ്ങിച്ച ആളാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഇത് തന്നെ സംഭവിച്ചു.
CPI-കാരനായ മന്ത്രി പി പ്രസാദ് 13 നമ്പർ കാർ ചോദിച്ചു വാങ്ങിച്ചു. അദ്ദേഹം 5 കൊല്ലവും ആ കാറിൽ തന്നെ യാത്ര ചെയ്യിച്ചു. യാതൊരു അപകടവും സംഭവിച്ചില്ല. വഴിയാത്രക്കാർക്കും കുഴപ്പമുണ്ടായില്ല, പ്രസാദിനും കുഴപ്പമുണ്ടായില്ല, ഡ്രൈവർക്കും കുഴപ്പമുണ്ടായില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ 13 എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിമാരും മിക്കവരും തന്നെ അന്ധവിശ്വാസികളാണ്. അവർക്ക് ആർക്കും തന്നെ ഈ 13-ന് വിശ്വാസമില്ല. 13 നമ്പറിൽ താമസിച്ചാൽ ഭാര്യയ്ക്കും പിള്ളേർക്കും ആരുമില്ലാതായി പോകും എന്ന ഒരു ഭയം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരാരും തന്നെ ഇത് ഏറ്റെടുക്കാത്തത്. അപ്പോൾ ഈ മന്ത്രിസഭയിലും പുരോഗമന ചിന്താധികാരായ ഒരുപാട് പേരുണ്ട്. ഷിബു ബേബി ജോൺ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ 13 നമ്പർ എടുക്കാമായിരുന്നു, അന്ധവിശ്വാസിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ എന്തോ കാരണവശാൽ ഷിബു പോലും ഈ കാറ് ചോദിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ബലമായ വിശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ CP ജോൺ 13 നമ്പർ കാറ് തിരഞ്ഞെടുക്കും. ആ കാറിൽ അദ്ദേഹം വരുന്ന 5 കൊല്ലം യാത്രയും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഇതുപോലുള്ള നിമിത്തത്തിനും ഒക്കെ അതിഭയങ്കരമായ പ്രഹരം ഏൽപ്പിക്കും എന്ന് തന്നെയാണ്. ഈ നാട്ടിലെ യഥാർത്ഥ ഇടതുപക്ഷക്കാരുടെ, യഥാർത്ഥ പുരോഗമനവാദികളുടെ, യഥാർത്ഥ നവോത്ഥാനവാദികളുടെ സൽപ്പേര് വീണ്ടെടുക്കാൻ സഖാവ് CP ജോൺ മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കുള്ളത്. 13 നമ്പറിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അമേരിക്കയിൽ പോലും ഇതിനെ പേടിക്കാതെ ജീവിച്ച ആളുകളുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ ഈ 13 അദ്ദേഹത്തിൻ്റെ ഭാഗ്യ നമ്പറായിട്ടാണ് കരുതിയിരുന്നത്. 13-ാം തീയതി ഒരു വെള്ളിയാഴ്ചയും കൂടിയാണെങ്കിൽ ഇരട്ടി ഭാഗ്യം കൈവരും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അപ്പോൾ ഇങ്ങനെ വുഡ്രോ വിൽസന് പോലും പേടിയില്ലാത്ത 13-ന് ഇവിടുത്തെ തോമസ് ഐസക്കിനും പി പ്രസാദിനും പേടിയില്ലാത്ത 13 നമ്പറിനെ ഈ VD സതീശൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നവോത്ഥാന കേരളത്തിൽ മൊത്തത്തിന് തന്നെ ഒരു പോരായ്മയാണ്, ഒരു കുറച്ചിലാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. മന്ത്രിമാരും മുഖ്യമന്ത്രി ആ കാര്യത്തിൽ തെറ്റ് തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ.